കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരം നടക്കുന്ന സമയം മുഖംമൂടി ധരിച്ച് കയ്യിൽ പെട്രോളുമായി അവിടെ എത്തിയത് ആരായിരിക്കും? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആക്രമണം ആസൂത്രിതമെന്ന വാദം ബലപ്പെടുകയാണ്. പ്ലാന്റിനുള്ളിലും പുറത്തുമുള്ള വാഹനങ്ങൾ കത്തിച്ചതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. തൊഴിലാളികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കണ്ടെയ്നർ ലോറി തീവെച്ച് നശിപ്പിച്ചുവെന്നും മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുവെന്നും FIR-ൽ പറയുന്നു. സംഭവത്തിൽ പുറത്തുനിന്നുള്ളവരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. DYFI നേതാവ് ഉൾപ്പെടെ 321 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച സമയം മുതൽ സ്ഥാപനത്തിനെതിരെ സമരം നടക്കുന്നുവെങ്കിലും ഇത്തരമൊരു പ്രകോപനം നാട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ഉടമകൾ പറയുന്നു. താൽക്കാലിക പ്രകോപനത്തിന് അപ്പുറം സ്ഥാപനം പൂർണ്ണമായി നശിപ്പിക്കുകയായിരുന്നു ആക്രമികളുടെ ലക്ഷ്യം. പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. പോലീസിനെ പേടിയില്ലാത്ത സംഘമാണ് പിന്നിൽ. തൊഴിലാളികളെ ജീവനോടെ കൊന്നൊടുക്കി കലാപത്തിനായിരുന്നു ശ്രമം. കോഴിമാലിന്യം വേവിക്കുന്ന 3 കുക്കറുകൾ തകർക്കാനും ശ്രമം നടന്നു. കുക്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നുവെന്നും ഇവർ പറയുന്നു. നിയമമനുസരിച്ച് മാത്രമേ പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും മാനേജിംഗ് ഡയറക്ടർ K. സുജീഷ് പ്രതികരിച്ചു. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ജനങ്ങളുടെ സംശയങ്ങൾ നമ്മൾ കവർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 7-8 മന്ത്സായിട്ട് ഒരു പുതിയ കമ്മിറ്റി വരികയും ആ കമ്മിറ്റിയിലെ ചില ആൾക്കാരുടെ സംരക്ഷിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമ്പം ഇവിടുത്തെ ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് നേരത്തെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ പ്ലാൻഡ് ക്രൈം, പ്ലാൻഡ് വെൽ എക്സിക്യൂട്ടഡ് ക്രൈം, അങ്ങനെയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 100% എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് പൈലറ്റ് പ്ലാന്റ് ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുഖം മറച്ചാണ് ആക്രമികൾ എത്തിയത്. ഭീതിപ്പെടുത്തുന്ന ആക്രമണമാണ് നടന്നതെന്ന് പ്ലാന്റിലെ തൊഴിലാളികൾ പറഞ്ഞു. പെട്രോളുമായി എത്തിയ സംഘം വാഹനങ്ങൾക്ക് തീയിടുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിയ ആംബുലൻസ് കടത്തിവിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. ഒരു കാലത്ത് ഇവിടുത്തെ തൊഴിലാളികളായിരുന്നു. അപ്പം ഞാൻ അവരെ കണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്താന്ന്. അപ്പം ശരീരം അടിക്കുകയോ പിടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ പറയണം, ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പോലെ അത് തന്നെയാണ് ചെയ്ത്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഒരു ജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷയായിരുന്നു, അതും തല്ലിപ്പൊളിച്ച് അതും തീയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളവരുള്ള എല്ലാ ആൾക്കാരും ഇവിടെ പണിയെടുത്തവരാണ്. 90% ആൾക്കാരും ഇവിടെ പണിയെടുത്തവരുള്ളതായിരുന്നു. അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം മുഴുവനും. കണ്ടെയ്നറിനകത്ത് കയറ്റിയിട്ട് കണ്ടെയ്നർ ലോക്ക് ചെയ്തിട്ട് വണ്ടിക്ക് തീയിടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആംബുലൻസ് വന്നിട്ടാണ് അവരെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രഷ് കട്ടിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. ഇന്നത്തെ സമരത്തിലല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിൽ പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്നും ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സമരത്തിലല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിൽ പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്നും ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് കട്ടിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് DYFI താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ T. മെഹ്റൂഫ് ഉൾപ്പെടെ 321 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 2 FIR-കളിൽ മെഹ്റൂഫാണ് ഒന്നാം പ്രതി. കലാപം, വഴിതടയൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത്. കണ്ണൂർ റേഞ്ച് DIG സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്ലാന്റിന് മുന്നിൽ നടന്ന ഉപരോധ സമരമാണ് രാത്രിയോടെ സംഘർഷത്തിൽ കലാശിച്ചത്. കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ 16 പോലീസുകാർക്കും നിരവധി നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതോടെ സമരസമിതി നേതാക്കളടക്കം ഒളിവിലാണ്.
ന്യൂസ് 18 കോഴിക്കോട്.